ആമേ ഹല്ലേലൂയ. സ്തോത്രം 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 പരിശുദ്ധനായ ഈ സന്ധ്യാസമയത്ത് ആമേ ഹല്ലേലൂയ. സന്ധ്യാസമയത്ത് ഈ ലൈവ് കടന്നു സ്വർഗത്തിൽ വരുവാനായ ദൈവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് എല്ലാ അവസരം കന്നോട് സ്തുതിയും സ്തോത്രം എനിക്കപ്പെട്ട ഒരു വിശുദ്ധ ആരാധന കൂടുക. സ്വർഗത്തിൽ വരുവാനായ ദൈവം അടികളെ കുടുംബമായി സഹായിച്ചു കന്നോട് സ്തുതിയും സ്തോത്രം. പലക്കാലം ഉപവാസത്തോട് പ്രാർത്ഥനയായപ്പോൾ എല്ലാം കൃപ ചെയ്തു. ആമേ സന്ധ്യാസമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമായ നല്ല രാത്രിക്ക് നന്ദിയോട് സ്തുതിക്കുകയും സ്തോത്രം കർത്താവേ. അനുഗ്രഹമായ ഒരു പൽക്കാലം വിട്ട് കടന്നുപോയി പൽക്കാലം കർത്താവേ സുഖം മാറ്റപ്പെടുത്തു എല്ലാം കൃപ ചെയ്തു. ഹല്ലേലൂയ. ഉപവാസത്തിൻ്റെ 3-ാം പൽക്കാലായി കൃപ ചെയ്തല്ലോ. അല്ലെങ്കിൽ കുടുംബമായിത്തോടെ സഹായിച്ചല്ലോ, ശക്തി ബലപ്പെടുത്തിയല്ലോ. പിന്നെയും ഏത് കൃപയാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സന്ധ്യാസമയത്ത് കർത്താവേ അങ്ങയുടെ പാദത്തിലേക്ക് കടത്തുന്ന പാടുകയും പ്രാർത്ഥിപ്പാടാതിപ്പ കർത്താവ് ശുശ്രൂഷ വളരെ അനുഗ്രഹത്തിലും കർത്താവെ സഹായിക്കുമാറാവണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദേശവും സ്വദേശത്തും എല്ലാ പ്രിയപ്പെട്ട കാര്യങ്ങളിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ. രാത്രി കാര്യങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ പാടുകളിലായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിലും കർത്താവ് സഹായിക്കണം. പാടുക കർത്താവിടെ ഒന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥനായ സ്തോത്രം യേശു നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കാര്യങ്ങൾ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. നമുക്കൊരു പാട്ട് പാടാൻ തരും. Praise the Lord, hallelujah, stotram, 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 amen, stotram, stotram, hallelujah, hallelujah. Praise the Lord, hallelujah. Amen. Praise the Lord. Hallelujah. ദൈവത്തെ മറന്ന കുഞ്ഞേ ജീവിക്കരുതേ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവ്വവും. ദൈവത്തെ മറന്ന കുഞ്ഞേ ജീവിക്കരുതേ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവ്വവും. കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നുപോയോ? വിശ്വാസത്തിൻ ദീപമെല്ലാം അണഞ്ഞുപോയോ? കുഞ്ഞുകുഞ്ഞേ ദൈവസ്നേഹം മറന്നിടല്ലേ. ദൈവമല്ലാതാരു നിന്നെ രക്ഷിക്കാനുള്ളൂ. ദൈവത്തെ മറന്ന കുഞ്ഞേ ജീവിക്കരുതേ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവ്വവും. Praise the Lord, hallelujah. അപ്പാ സ്തോത്രം സ്തോത്രം. Thank you Jesus, hallelujah. കർത്താവേ സ്തോത്രം. Amen, hallelujah. Praise the Lord, hallelujah. Amen. നിന്റെ കുഞ്ഞു കവിളുകളിൽ മുത്തങ്ങൾ നൽകി ആത്മാവിന്റെ വീണമീട്ടി നിന്നെ താഴുകി. നിന്റെ കുഞ്ഞു കവിളുകളിൽ മുത്തങ്ങൾ നൽകി ആത്മാവിന്റെ വീണ
ആമേൻ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകസുഖമോഹമെല്ലാം കടന്നു പോകും, മാനവന്റെ നേട്ടമെല്ലാം തകർന്നു വീഴും. ലോകസുഖമോഹമെല്ലാം കടന്നു പോകും, മാനവന്റെ നേട്ടമെല്ലാം തകർന്നു വീഴും. ദൈവത്തെ നീ ആശ്രയിച്ച രക്ഷ നേടിയിടും. ഈ ലോകത്തിൽ ധന്യമാകും നിന്റെ ജീവിതം. ദൈവം നൽകും ദിവ്യ സ്നേഹം എത്ര സുന്ദരം. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ. ദൈവമല്ലോ ജീവിതത്തിൽ നിന്റെ സർവവും. കുഞ്ഞുനാളിൽ പാടിച്ചതെല്ലാം മറന്നു പോയോ? വിശ്വാസത്തിൻ ദീപമെല്ലാം അണഞ്ഞു പോയോ? കുഞ്ഞു കുഞ്ഞേ ദൈവ സ്നേഹം മറന്നിടല്ലേ. ദൈവമല്ലതാരു നിന്നെ രക്ഷിക്കാനുള്ളൂ. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ. ദൈവമല്ലോ ജീവിതത്തിൽ നിന്റെ സർവവും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. സന്ദേശത്തിന് നിമിത്ത ശുശ്രൂഷത്തിന് വേണ്ടി പ്രാർത്ഥനകളെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹമായ നല്ല രാത്രിക്ക് നന്ദിയോട് സ്തുതിയും സ്തോത്രം. സന്ധ്യാസമയത്ത് കർത്താവേ, ഞങ്ങളുടെ പാദത്തിലേക്ക് അടുത്തുവരികയാണ്. സ്വർഗ്ഗമായുടെ സിംഹാസനം, ഭൂമി ഞങ്ങളുടെ പാദത്തിൽ അപ്പ പിതാവേ എന്ന് വിളിക്കുക. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി നോക്കുകയും ജീവിതത്തിനുള്ള അവസരം നന്ദിയോട് സ്തുതിയും സ്തോത്രം. കർത്താവേ, കന്യാകന്യന് പ്രാണമാക്കി താങ്കൾ കാത്തു വെച്ച് നടത്തിയില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു. ആപത്തങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ ബാധിച്ചു അതെല്ലാം കർത്താവ് ജനങ്ങളെ കാത്തു നിന്നുകൊണ്ടിരിക്കുമ്പോൾ ആമേ കാലാവസ്ഥകൾ തന്നെ പുറപ്പെട്ടൊരു കർത്താവേ, ഹല്ലേലൂയ. പല വിധത്തിലെ കർത്താവേ, ഹല്ലേലൂയ, പല രീതിയിൽ മരണമടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മധ്യമെല്ലാം കർത്താവ് ആയുസോടെ, ആരോഗ്യ ബലത്തോടെ, ദീർഘായുസോടെ നിർത്തുന്ന കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അല്ലെങ്കിൽ നിന്നതല്ല കർത്താവെ, അവിടെ നിർത്തുന്ന കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം. ആയുസോടെ, ആരോഗ്യ ബലത്തോടെ രാത്രിക്കാലം പിന്നെയും കർത്താവെ ലൈവ് നടത്തും കർത്താവ് കൃപയിൽ ഞാൻ നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം. എത്രയോ പ്രിയപ്പെട്ടവർക്ക് ലഭിക്കാത്ത ഒരു സൗഭാഗ്യ അപ്പാടി ജീവിതം നൽകി തന്ന ഞാൻ നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം. അപ്പം ഞാനോ കുറയണോ നീയോ എന്നെയോ ഓരോ ദിവസം കർത്താവെ അവിടുന്ന് വളരെ മാറാണ് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഓരോ ദിവസം അടുത്ത വിശാലമാണ് ചെറും കിഴി ആമേ ഹാലെ ഞങ്ങളെ മറച്ച് കർത്താവെ. ഓരോ ദിവസം ചില ഹല്ലേലൂയ ചെറിയ മീതി ഞങ്ങൾ വഹിച്ച് കർത്താവ് നടത്തുന്ന അവൻ കൃപക്കായി നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം കർത്താവെ. സർവാന്തരമേന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൽമനമേഹോ വാഴ്ത്താൻ ചെയ്തുകാരിലൊന്നും മറക്കരുത്. ആ സങ്കീർത്തനക്കാരനോട് ചേർന്ന് എൻ്റെ ദൈവത്തെ സ്വല്പം മഹത്വപ്പെടുത്തും. എല്ലാം കർത്താവെ പലക്കെല്ലാവരും സഹായിച്ചു. സന്ധ്യാസമയത്തും കർത്താവെ അവിടെ പാതവീട്ടിലായപ്പോൾ കർത്താവ് കൃപയിൽ ഞാൻ നന്ദിയോട് സ്തുതിക്കും സ്തോത്രം. രാത്രികാലത്തെ വചന ശുശ്രൂഷ ഏറ്റവും നിമിത്തം കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചും സ്വദേശത്ത് ഞങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥി രാത്രികാലത്തെ വചന ശുശ്രൂഷ എല്ലാവരുടെയും ജീവിതത്തിൽ എനിക്ക് മറ്റൊരു വിടുതലെത്തിലും കർത്താവിടെ ആക്കണമെന്ന് പ്രാർത്ഥി രാത്രികാല
ഭാവി രക്ഷിക്കപ്പെടുക. എൻ്റെ കർത്താവിനെ വേണ്ടി ജീവിപ്പാൻ കർത്താവേ ഇടയാക്കണമോ എന്ന് പ്രാർത്ഥിക്കുന്നു. സമയം രോഗികളായി ഭാരപ്പെടുന്ന ഞങ്ങൾ ആൽപ്പഴത്തെ കരഞ്ഞൊട്ട് സ്വന്തം ആശ്വാസം കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷ അത് കർത്താവേ രോഗികൾക്ക് വിടുതലായി തരുക, ആശ്വാസമായി തരുക, സൗഖ്യമായി തരുക. കർത്താവെ ഇടയാക്കണമോ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ എല്ലാവരും ഒരു കൂട്ടാഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവെ ദേവദാസന് ഒരു കൂടി കാലത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്നെ ശക്തനാക്കുവാൻ സകലത്തിൽ മതിയായ ദൈവമാകുക അവിടുന്ന് കൂടി സഹായിക്കുമാറാണ്. ആരെയും വരെ ശക്തി അവിടുന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. വചന ശുശ്രൂഷിക്കൊണ്ട് ദേവദാസനെ ക്ഷണിച്ചുകൊണ്ട് ദൈവസന്നിധി കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയിൽ കർത്താവിനെ സ്തുതിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ വലുവനായ ദൈവം ഈ ഭൂമിയിൽ ഒരുക്കിയ മകൻ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനവുമായി ഇന്ന് രാത്രിയിലും സ്നേഹതീരം പ്രയർ സെന്റർ അനുദിന ചിന്ത ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, കർത്താവിൻ്റെ വചനത്തെ ശുശ്രൂഷിപ്പാൻ എന്നെ പ്രാപ്തനാക്കി നിർത്തിയ സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും വീഴ്ചയും അർപ്പിച്ചുകൊണ്ട് ശ്രോതാക്കളായിരിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ വലുവനായ ദൈവം ഇന്ന് രാത്രി അനുഗ്രഹിക്കേണ്ടതിനായി നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം കൂടെ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദിയോടങ്ങി വാഴ്ത്തുന്നു, നന്ദിയോടങ്ങി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല വിശുദ്ധ പകൽ ആദിപിതാക്കന്മാർ ആത്മാവിലും സത്യത്തിലും അങ്ങേ ആരാധിച്ചതുപോലെ ആരാധിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ ചെയ്തതോർത്ത് നന്ദി പറയുന്നു. കഴിഞ്ഞ 3 ആമേൻ ദിനവും ആമേൻ ഉപവാസത്തോടെ പ്രാർത്ഥനയോടായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തതിനായി സ്തോത്രം. എത്രയോ പേര് മരണം വഴിയായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എത്രയോ പേര് കണ്ണുനീരും ദുഃഖവും നിരാശയും പേറി കഴിയുന്നു. അതിൻ്റെ നടുവിലും പ്രത്യാശയോടെ ജീവിപ്പാൻ അവിടിവിടങ്ങളിലായി അങ്ങയുടെ മക്കളെ അവിടുന്ന് സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും അവരുടേതാകുന്ന സമസ്ത മേഖലകളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. രോഗികളായി, ദുഃഖിതരായി, ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടായിരിക്കുന്ന സകല വ്യക്തികളെയും അവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കണമേ. അവിടുത്തെ വചനത്തിന്റെ ശക്തിയാൽ ബലപ്പെടുത്തണമേ. പ്രത്യാശയോടെ ജീവിപ്പാൻ സ്വർഗം കൃപ ചെയ്യണമേ. രോഗികൾ സൗഖ്യമാകുവാൻ, പാപികൾ മനം തിരിയുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ ഉതകുന്ന ഉയരത്തിലെ വചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി എന്ന് രാത്രി ചില വ്യക്തികളിൽ പ്രകടമാകുവാൻ സ്വർഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തെ പ്രഘോഷിപ്പാൻ കർത്താവ് കൃപ ചെയ്യണം. മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കുക. അടിയങ്ങൾക്കായി കാൽവരി ജീവൻ അർപ്പിച്ച പൊന്നേശു കർത്താവിൻ നാമത്തിൽ താഴ്മയെ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഇരുന്നവനും ഇരിക്കുന്നവനും അൽഫയും ഒമേഗയും ആദ്യനും അന്ത്യനും വീണ്ടും വരുന്നവനുമായ നിസ്തുലനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം ചൊല്ലുകയാണ്. ആമേൻ. ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി നമുക്ക് ദൈവം മുമ്പാകെ ആയിരിക്കാം. ശാന്തമായ അന്തരീക്ഷത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് കൃത്യമായി ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യും. ആമേൻ. സകല ഹൃദയങ്ങളെയും അറിയുന്ന ദൈവം, ഹല്ലേലൂയ, നമ്മുടേതാകുന്ന അവസ്ഥകളെ ആമേൻ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവത്തിൻ്റെ മുമ്പാകെ നാം ആയിരിക്കുമ്പോൾ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ പ്രകാരം നാം ജീവിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങൾക്ക് ദൈവത്തെ കാണുവാൻ കഴിയുമോ എന്നൊരു ചോദ്യത്തോടു കൂടെയാണ് ദൈവവചന ശുശ്രൂഷ ആരംഭിക്കുന്നത്. നിങ്ങൾ എത്ര പേർ ദൈവത്തെ കണ്ടിട്ടുണ്ട്? ആമേൻ. നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ കഴിയുമോ? ഹല്ലേലൂയ. ആമേൻ. പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തെ നിങ്ങൾക്കറിയാമോ? ഹല്ലേലൂയ. അതിനാധാരമായി ഇന്ന് പകൽ ആമേൻ ഇന്ന് രാത്രി നമ്മൾ ചിന്തിപ്പാനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന വേദഭാഗം ആമേൻ 1 യോഹന്നാൻ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യമാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു, അവൻ്റെ സ്നേഹം നമ്മിൽ തികഞ്ഞുമിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ആരും ഒരു നാളും എന്ത് ചെയ്തിട്ടില്ല? കണ്ടിട്ടില്ല. ആമേൻ. അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ ഹല്ലേലൂയ ആത്മനിറവിൽ എഴുതിയ ലേഖനത്തിനകത്ത് പറയുന്നത് ഇങ്ങനെയാ: ദൈവത്തെ ആരും ഒരു നാളും എന്ത് ചെയ്തിട്ടില്ല? കണ്ടിട്ടില്ല.
ആമേൻ, നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവം എവിടെയാണ്? ഹല്ലേലൂയ. ദൈവം എവിടെയാണ് വസിക്കുന്നത്? ആമേൻ. ചോദ്യവും ഉത്തരവും ഒക്കെ ആ വചനത്തിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആരും ഒരു കാലത്തും ദൈവത്തെ എന്ത് ചെയ്തിട്ടില്ല? കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു. അവന്റെ സ്നേഹം നമ്മിൽ പരിപൂർണമാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഇനി ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എൻ്റെ പിതാവിനെ കാണാത്തവരുണ്ട്. ഹല്ലേലൂയ. ആമേൻ. എന്നെ കണ്ടിട്ടുള്ളവരുണ്ട്. ഹല്ലേലൂയ. എൻ്റെ പിതാവിനെ കണ്ടിട്ടില്ലെങ്കിലും എന്നെ കണ്ടവർ, ആമേൻ, ഞാൻ പറയുന്നത് വിശ്വസിക്കുവാൻ തയ്യാറാകണം. എനിക്കൊരു പിതാവുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അദ്ദേഹം കണ്ണൂരാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് A.L. ജോസ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ മൂത്ത മകനാണ് ആമേൻ ഞാനെന്ന് പറഞ്ഞാൽ എന്നെ അംഗീകരിക്കാത്ത, എന്നെ വിശ്വസിക്കാത്ത, എന്നെ ഉൾക്കൊള്ളാത്ത ഒരു വ്യക്തിക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിയത്തില്ല. ആമേൻ. അതെ, ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചന സത്യങ്ങളെ ഉൾക്കൊള്ളാത്ത, വിശ്വസിക്കാത്ത, അംഗീകരിക്കാത്ത ഏതൊരു മനുഷ്യനും അത് കർത്താവിനെയോ ആമേൻ കർത്താവ് വെളിപ്പെടുത്തുന്ന പിതാവായ ദൈവത്തെയോ ആമേൻ അംഗീകരിക്കുവാനോ ഉൾക്കൊള്ളുവാനോ വിശ്വസിക്കുവാനോ കഴിയുകയില്ല. ആമേൻ. അതെ, 1 തിമോഥെയോസിന് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ ആമേൻ താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ നിജപുത്രനായ തിമോഥെയോസിന് അത് ലേഖനം എഴുതുമ്പോൾ ആത്മനിറവോടെ എഴുതി പ്രബോധിപ്പിക്കുന്നത് ഇങ്ങനെയാ: താൻ മാത്രം അമർത്യതയുള്ളവനും, ഹല്ലേലൂയ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് അപ്രത്യക്ഷത വരുത്തും. ആമേൻ. ഹല്ലേലൂയ. ദൈവം നമ്മിൽ വസിക്കുന്നു. ആമേൻ. അതെ, യേശു കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്: എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. ആമേൻ. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. ഹല്ലേലൂയ. നാം നമ്മുടെ സ്വരൂപത്തിൽ ആമേൻ മനുഷ്യരെ ഉണ്ടാക്കുക എന്നുള്ള ഒന്നാമത്തെ കൗൺസിലിൽ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് സമ്മേളിച്ച് തങ്ങളെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും കൊടുത്തു നിർത്തിയ ആ മനുഷ്യന്റെ അകത്ത് ആമേൻ സിട്ടാവാം ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് സാരം. ആമേൻ. യേശു അവനോട്: എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്തരെ അനുഭവിക്കുന്ന നിന്റെ കൂടെ, നെടുവീർപ്പ് അനുഭവിക്കുന്ന നിന്റെ കൂടെ, ആമേൻ, അതേ പരാതികളും പരിഭവങ്ങളുമുള്ള നിന്റെ കൂടെ വാസം ചെയ്യുവാൻ ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിനോട് കൂടെ ഹാലലൂയ ഇന്ന് രാത്രി ആമേൻ ആയിരിക്കുന്നു എന്ന് ബോധ്യമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. റോമാലേഖനം ആമേൻ 8-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം, ഹല്ലേലൂയ, ക്രിസ്തു ആമേൻ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ മാത്രമേ ഹല്ലേലൂയ ഇത് സത്യമാകുന്നുള്ളൂ. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരത്വയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. ഹല്ലേലൂയ. അപ്പൊ കർത്താവിനെ അറിയുന്നതിന് മുമ്പ്, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഒരു ദൈവവൈതനായി മാറുന്നതിന് മുമ്പ് ഞാനും നിങ്ങളും ഹല്ലേലൂയ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരത്വയോട് സംബന്ധമില്ലാത്തവരും ഹല്ലേലൂയ വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. ഹല്ലേലൂയ. ആമേൻ. അവൻ അല്പബുദ്ധികളായി അജ്ഞാന നിമിത്തം, ഹല്ലേലൂയ, ആര്? ആമേൻ. ഈ ലോകത്തിലായിരുന്നവർ ആമേൻ അല്പബുദ്ധികളായി, അന്ധബുദ്ധികളായി
നിമിത്തം, ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്നകന്ന് മനം തഴമ്പിച്ചു പോയവരാകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ ലോകത്തിൽ ദൈവമില്ലാതെ ഈ ലോക സ്നേഹികളായി ജീവിക്കുന്നവരെ കുറിച്ച് തിരുവചനം ഇന്ന് രാത്രി വെളിപ്പെടുത്തുന്നത് അവർക്ക് അന്യോന്യം സ്നേഹമുണ്ടെന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അത് സത്യമാണെന്നതിൻ്റെ തെളിവ് ദൈവം നമ്മിൽ വസിക്കുന്നുവെങ്കിൽ നമ്മിൽ എന്തുണ്ട്? സ്നേഹമുണ്ട്. ഹല്ലേലൂയ. അത് ദൈവ സ്നേഹം അഗപ്പെ, ഹല്ലേലൂയ, നമ്മിലുണ്ടെങ്കിൽ ദൈവം നമ്മിലുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഈ ലോകത്തിലായിരിക്കുന്ന ഈ ലോക സ്നേഹികളെ സംബന്ധിച്ചിടത്തോളം അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം, ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അകന്ന് മനം തഴമ്പിച്ചു പോയവരാകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ സ്നേഹം നമ്മിൽ തികഞ്ഞുമിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവ ജനത്തിന്റെ അന്യോന്യമുള്ള സ്നേഹം മുഖാന്തരമാണ് ദൈവ സ്നേഹം ഭൂമിയിൽ നിറവേറപ്പെടുന്നത്. ഹല്ലേലൂയ. ദൈവം ഒരു ആത്മാവാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർ അത് മനസ്സിലാക്കി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും? അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതേ ശമരിയയിൽ കടന്നു പോകേണ്ടി വന്നപ്പോൾ അവിടെ ആയിരുന്ന ശമര്യക്കാരി സ്ത്രീയോട് പറഞ്ഞത് ഇങ്ങനെയാ: ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും എന്ത് ചെയ്യണം? നമസ്കരിക്കണം. ഇന്ന് ഞായറാഴ്ച ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലുമായിരുന്ന അനേകര് ഇന്ന് പകൽ ദൈവത്തെ ആരാധിപ്പാൻ ഇടയായി തീർന്നു. എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്? ദൈവം ആത്മാവാകുന്നത് കൊണ്ട് അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണമെന്ന യേശു കർത്താവ് പറഞ്ഞത്. ഹല്ലേലൂയ. ദൈവം ഒരു ആത്മാവാണെങ്കിലും അവൻ ഉണ്ടെന്നറിയുന്നതിനായി അവിടുന്ന് തന്നെ തന്റെ സൃഷ്ടികളിലൂടെ തന്റെ പ്രവർത്തികളിലൂടെ വെളിപ്പെടുത്തി നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ഗുണങ്ങളിൽ ഒന്നാണ് സ്നേഹം. ഹല്ലേലൂയ. തന്റെ സ്വഭാവത്തിലൂടെ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒരു ഗുണങ്ങളിൽ ഒന്നാണ് സ്നേഹം. ഹല്ലേലൂയ. 1 യോഹന്നാൻ 4:8 നമുക്ക് കാണുവാൻ കഴിയുന്നത്, സ്നേഹിക്കാത്തവൻ ഹല്ലേലൂയ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ. ഹല്ലേലൂയ. സ്നേഹിക്കാത്തവർ ദൈവത്തെ അറിഞ്ഞിട്ടില്ലെന്ന്. ഹല്ലേലൂയ. പരസ്പരം സ്നേഹിക്കുവാൻ കഴിയാത്തവർ. ഹല്ലേലൂയ. അത് ലോകസ്നേഹം കേട്ടോ. അതേ മൂക്ക് നീണ്ടത് കൊണ്ട് ഇഷ്ടപ്പെട്ടവരുണ്ട്. മുടി ചുരുണ്ടിരിക്കുന്നത് കൊണ്ട് ഇഷ്ടപ്പെട്ടവരുണ്ട്. കവിള് ആപ്പിള് പോലെ തുടുത്തിരിക്കുന്നത് കൊണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്. കാണാൻ ഗ്ലാമർ ഉള്ളത് കൊണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്. പിന്നെ സാമ്പത്തികമായ ശേഷിയുള്ളത് കൊണ്ട്, പിന്നെ പാടുമ്പോൾ നല്ല ട്യൂണും നല്ല ശബ്ദമുള്ളത് കൊണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അങ്ങനെ ഭാഗ്യമായ പലത് കണ്ട് ഇഷ്ടപ്പെടുന്ന അനേകരുണ്ട്. ഹല്ലേലൂയ. എന്നാൽ യഥാർത്ഥമായ സ്നേഹം ഹല്ലേലൂയ അകത്ത് നിന്ന് ഉണ്ടാകേണ്ടതാണ്. സ്നേഹിക്കാത്തവൻ ദൈവത്തെ എന്ത് ചെയ്തിട്ടില്ല? അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. സ്നേഹിക്കാത്തവർ ദൈവത്തെ അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ ചില ആളുകൾ തങ്ങളുടെ ആത്മീയ പ്രകാശനവും ദൈവത്തെക്കുറിച്ചുള്ള അറിവും സംബന്ധിച്ച് എന്ത് ചെയ്യാറുണ്ട്? പ്രശംസിക്കാറുണ്ട്. എന്നാൽ ദൈവസ്നേഹം അവരിൽ ഇല്ലെങ്കിൽ അവർ തങ്ങളെ തന്നെ എന്ത് ചെയ്യാണ്? വഞ്ചിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവിധ വിശുദ്ധ അനുഭവങ്ങളും ആത്മസംതൃപ്തി ഉണ്ടാകുന്ന ഭാവങ്ങളും അവർക്ക് എന്ത് ചെയ്യാം? ഉണ്ടായിരിക്കാം. എന്നാൽ ക്രിസ്തു വിശ്വാസികളെ അതെ സ്നേഹിക്കുവാൻ ഇത് കാരണമാകുന്നില്ലെങ്കിൽ അക്കാര്യങ്ങളെല്ലാം കപടവും പ്രയോജനരഹിതവും വഞ്ചനാപരവുമാണ്. അങ്ങനെയുള്ളവരെ നിങ്ങൾ എത്ര പേർ കണ്ടിട്ടുണ്ട്? ഹല്ലേലൂയ. പ്രത്യക്ഷത്തിൽ ഭയങ്കര ഭക്തിയുള്ളവരാണെന്ന് മറ്റുള്ളവർക്ക് തോന്നിക്കുന്ന രീതിയിൽ ഭാഗ്യമായ പ്രകടനങ്ങളെ കാണിക്കുന്ന അനേകര്. ഹല്ലേലൂയ. ദൈവം സ്നേഹം തന്നെയാ. ഹല്ലേലൂയ. ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും
വിശ്വസിച്ചുമിരിക്കുന്നു. ആമേൻ. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി സന്തോഷമുള്ളവർ എന്നോട് ചേർന്ന് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ട്. ആമേൻ. ഇതാണ് ദൈവത്തിൻ്റെ ആത്മസത്ത എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അവന്റെ സ്വഭാവം, ആമേൻ, അതെ, സ്നേഹിക്കാതിരിപ്പാൻ അവന് കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നമ്മെ സ്നേഹിക്കാതിരിപ്പാൻ അവന് കഴിയത്തില്ല. നമ്മളിൽ എന്ത് ഗുണമുണ്ടായിട്ടാ പാപികളും ദോഷികളും കൊള്ളരുതാത്തവരുമായിരുന്ന നമ്മെ പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് അവസാനത്തുള്ളി രക്തം വരെയും കാൽവറിയിൽ മറുവിലയായി കൊടുത്ത് നമ്മെ സ്നേഹിച്ച സ്നേഹവാനായ സ്നേഹനിധിയായ ആ നമ്മുടെ ദൈവം, ഹല്ലേലൂയ, ഇതാണ് ദൈവത്തിൻ്റെ ആ യഥാർത്ഥമായ ആത്മസത്ത എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അവൻ്റെ സ്വഭാവം സ്നേഹിക്കാതിരിപ്പാൻ അവന് കഴിയുകയില്ല. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ നമ്മൾ കേട്ട പാട്ടെന്താ? ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുത്. ഹല്ലേലൂയ. ആമേൻ. ഭക്തൻ പാടിയത് ഇങ്ങനല്ലേ? ദൈവ സ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനും ജീവിതം പോരാ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താലും എത്ര സ്തുതിച്ചാലും മതി വരുവോ, ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാൻ ജീവിതം പോരാ. പ്രൈസ് ദി ലോർഡ്. ദൈവം ലോകത്തെ വളരെ അധികം സ്നേഹിച്ചു. ആമേൻ. ലോകത്തിൻ്റെ പാപത്തിനു വേണ്ടി മരിക്കാനും, ആമേൻ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും, ആമേൻ, നിത്യജീവൻ, ആമേൻ, തികച്ചും സൗജന്യമായി ലഭ്യമാക്കുവാനും, ആമേൻ, പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ള വസ്തുത ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആമേൻ. ദൈവ മക്കൾ എന്ന നിലയിൽ നാം പരസ്പരം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുമെന്ന് ഇത് കാണിക്കുകയാണ്. ഹല്ലേലൂയ. ഇത് വെളിപ്പെടുത്തുകയാണ്. ആമേൻ. അന്യോന്യം സ്നേഹിക്കുന്നു എന്നാൽ പരസ്പരം കരുതുക, അതെ, ദയയും, അതെ, പരസ്പരം ക്ഷമിക്കുക, അതെ, പരസ്പരം പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ആമേൻ. തങ്ങൾക്ക് തന്നെ, ഹല്ലേലൂയ, ആമേൻ, ദ്രോഹമുള്ളവരായി മാറാതെ, ഹല്ലേലൂയ, പരസ്പരം കരുതുന്നവരായി, സ്നേഹിക്കുന്നവരായി, ആമേൻ, പരസ്പരം ക്ഷമിക്കുന്നവരായി, പ്രാർത്ഥിക്കുന്നവരായി മാറുന്നുവെങ്കിൽ, ഹല്ലേലൂയ, അതെ, നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുള്ളവരുമായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പി. ഹല്ലേലൂയ. പലപ്പോഴും പ്രിയമുള്ളവരെ, ക്ഷമിപ്പാൻ അതെ കഴിയാത്തത് കൊണ്ട് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നില്ല. ആമേൻ. അതെ, സ്നേഹം നിർവ്യാജ്യമായിരിക്കട്ടെ. ഹല്ലേലൂയ. തീയതിനെ വെറുത്ത് നല്ലതിനോട് എന്ത് ചെയ്യണം? പറ്റിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആർക്കും തിന്മയ്ക്ക് പകരം നന്മ ചെയ്യാതെ, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി, ആമേൻ, കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും എന്ത് ചെയ്യണം? സമാധാനമായിരിക്കണം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവ കോപത്തിന് ഇടം കൊടുപ്പീൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നാൽ പലപ്പോഴും, ആമേൻ, പലർക്കും ദൈവവചനപ്രകാരം ജീവിക്കുവാൻ കഴിയാതാകുന്നത് കൊണ്ട് ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ ദൈവം വിശ്വാസികളോട് പൂർണ്ണമായും ക്ഷമിച്ചിരിക്കുന്നു, ഹല്ലേലൂയ, എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃദ്ധന്മാരും
പരിശുദ്ധരും വിശുദ്ധന്മാരും അതേ പ്രിയരുമായി മനസ്സലിവ്, താഴ്മ, ആമേൻ, ദയ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. ഹല്ലേലൂയ. ഇത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി ജീവിക്കുന്നവർ തമ്മിൽ ഹല്ലേലൂയ ആമേൻ ഇടപഴകുമ്പോൾ അവരുടെ ഇടയിലുണ്ടാകുന്ന ക്രമക്കേടുകളെ പരിഹരിച്ചുകൊണ്ട് ആമേൻ നിത്യമായി ദൈവം നമ്മോട് കൂടെ വസിക്കുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന് ഉടമകളായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനം. ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വാസികളും അവരെ ബുദ്ധിമുട്ടിക്കുന്നവരോട് എന്ത് ചെയ്യണം? ക്ഷമിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അവർ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ദൈവവുമായി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ആമേൻ. ദൈവവുമായിട്ടുള്ള ബന്ധം ആമേൻ തകരുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. മറ്റുള്ളവരോട് അവർ എങ്ങനെ ചെയ്തുവോ അതുപോലെ ദൈവവും അവരോട് ചെയ്യും. അതുകൊണ്ട് മത്തായി സുവിശേഷം 6-ാം അധ്യായം അതേ 12, 14, 15 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് ഇപ്രകാരമാ: ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ആമേൻ. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ ആമേൻ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവും നിങ്ങളോട് ക്ഷമിക്കും. ഹല്ലേലൂയ. നിങ്ങൾ മനുഷ്യരുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും എന്ത് ചെയ്യില്ല? ക്ഷമിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് കേട്ടപ്പോൾ ഒന്നാമനായ പത്രോസ് പ്രതികരിച്ചു. നമ്മളും പ്രതികരിക്കാൻ ഒട്ടും മിടുക്കരല്ല. ആമേൻ. ഹല്ലേലൂയ. ഒട്ടും മോശക്കാരല്ലല്ലോ. ആമേൻ. അതെ, പലപ്പോഴും നമ്മുടെ വീട്ടിനകത്ത് ആമേൻ പ്രതികരിക്കുന്നവരാ അല്ലേ? ഭാര്യ പ്രതികരിക്കും, മക്കൾ പ്രതികരിക്കും, ഭർത്താവ് പ്രതികരിക്കും, കുടുംബത്തിലുള്ള ഓരോരുത്തരും എന്ത് ചെയ്യും? പ്രതികരിക്കും. ഇവിടെ ഇതാ അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് കർത്താവ് പറഞ്ഞപ്പോൾ പ്രതികരിച്ചത് ഇങ്ങനെയാ. അപ്പോൾ പത്രോസ് അവന്റെ അടുക്കൽ വന്ന്, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? ഹല്ലേലൂയ. ന്യായമായ ഒരു ചോദ്യമല്ലേ? എൻ്റെ ഭാര്യയോട് ഞാൻ എത്ര ക്ഷമിക്കണം? എൻ്റെ ഭർത്താവിനോട് ഞാൻ എത്ര ക്ഷമിക്കണം? എൻ്റെ മക്കളോട് ഞാൻ എത്ര ക്ഷമിക്കണം? എൻ്റെ അപ്പനോട് ഞാൻ എത്ര ക്ഷമിക്കണം? എൻ്റെ അമ്മയോട് ഞാൻ എത്ര ക്ഷമിക്കണം? എൻ്റെ കൂടപ്പറപ്പിനോട് ഞാൻ എത്ര ക്ഷമിക്കണം? ന്യായമായ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഒന്നാമനായ പത്രോസ് അരുമനാഥന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ചോദിച്ച ന്യായമായൊരു ചോദ്യം, അതേ, സഹോദരൻ ആമേൻ എത്ര വട്ടം ആമേൻ എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം കർത്താവേ? ഹല്ലേലൂയ. 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. അവൻ പരിമിതിപ്പെടുത്തുകയാ. ആമേൻ. 7 വട്ടം. ആഴ്ചയിൽ എത്ര ദിവസമുണ്ട്? 7 ദിവസം അല്ലേ? ഹല്ലേലൂയ. അപ്പോ ഒരാഴ്ച ക്ഷമിച്ചാൽ മതിയോ? ഹല്ലേലൂയ. ആമേൻ. 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട് 7 വട്ടമല്ല 70 വട്ടം ഹല്ലേലൂയ എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. നോക്കണമേ. ആമേൻ. അതെ, ലിമിറ്റേഷൻ ഇല്ലെന്ന്, പരിമിതി ഇല്ലെന്ന്. എത്രത്തോളം ക്ഷമിക്കാമോ അത്രത്തോളം ക്ഷമിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ സ്വർഗരാജ്യം തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം. ഹല്ലേലൂയ. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടംപെട്ട ഒരുത്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ആമേൻ. ഇന്ന് രാത്രി എത്ര പേർ എന്നോടൊപ്പം അതെ ഈ വചനം ശ്രദ്ധിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആമേൻ. അവന് വീട്ടുവാൻ വകയില്ലായകയാൽ അവന്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. നോക്കിക്കേ. ആമേൻ. അവന് വീട്ടുവാൻ വകയില്ലായകയാൽ അവന്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. അതുകൊണ്ട് ആ ദാസൻ വീണ് അവനെ നമസ്കരിച്ചു. യജമാനനെ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ദാസന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ച് കടവും ഇളച്ചു കൊടുത്തു. ആമേൻ. ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടംപെട്ട ഒരു കുട്ടുദാസനെ കണ്ട് അവൻ തൊണ്ടയ്ക്ക് പിടിച്ചു ഞെക്കി, നിന്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു. അവന്റെ കുട്ടുദാസൻ എന്നോട്
ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാമെന്ന് അവനോട് അപേക്ഷിച്ചു. എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളം അവനെ തടവിലാക്കി വെച്ചു. ഈ സംഭവിച്ചത് അവൻ്റെ കൂട്ടുദാസന്മാർ കണ്ടിട്ട് വളരെ ദുഃഖിച്ച് ചെന്ന് സംഭവിച്ചതൊക്കെയും യജമാനനെ എന്ത് ചെയ്തു? ബോധിപ്പിച്ചു. യജമാനൻ അവനെ വിളിച്ച്, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കുകയും ഞാൻ ആ കടമൊക്കെയും വിളിച്ചു തന്നുവല്ലോ. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ യജമാനൻ കോപിച്ചു. അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവും അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും. നോക്കിക്കേ, ഈ ഒരു ഉപമയിലൂടെ യേശു കർത്താവ് ആമേൻ ആ കാര്യം വ്യക്തമാക്കുകയായിരുന്നു. ഇന്ന് രാത്രി ആമേൻ അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ്ലീഹ അരുമനാഥനായ കർത്താവിനോട് ന്യായമായ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് വളരെ വ്യക്തമായ മറുപടി അവന് മനസ്സിലാകുന്ന ഭാഷയിൽ അതേ കൊടുത്തു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അത് നമുക്കും ബാധകമല്ലേ? ഹല്ലേലൂയ. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ ഞാൻ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. ആമേൻ. ഇവിടെ ആമേൻ സഹോദരന്മാർ എന്ന് പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കുന്നവരെല്ലാവരും സഹോദരി സഹോദരന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു ആമേൻ സഭയുടെ അംഗം, ആമേൻ, ഞാൻ പറയുന്ന സഭയെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു സ്ഥാപിച്ച സഭയുടെ കാര്യം പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ നാഥൻ സ്ഥാപിച്ച സഭയുടെ അംഗമായി ജീവിക്കുന്നവരുടെ ഇടയിൽ ആമേൻ ചില ക്രമക്കേടുകൾ ഉണ്ടായാൽ ആ ക്രമക്കേട് ക്ലിയർ ചെയ്യുവാൻ ഹല്ലേലൂയ 70 വട്ടം എന്ത് ചെയ്യണം? ക്ഷമിക്കുവാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മെ ബുദ്ധിമുട്ടിക്കുന്നവരോട് നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദേവദാസനെ പ്രസംഗിക്കാനൊക്കെ എളുപ്പമാ. ആമേൻ. ക്ഷമിക്കാൻ പറ്റുമോ? ആമേൻ. വളരെ ആത്മാർത്ഥതയോടെ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, എന്നെ നിന്ദിക്കുന്ന, എന്നെ അവഹേളിക്കുന്ന, എന്നെ പുച്ഛിച്ച് ആമേൻ എന്നെ ചവിട്ടി ഒതുക്കാൻ നോക്കിയവരോടും ആമേൻ ചിരിച്ചുകൊണ്ട് ആമേൻ ക്ഷമിച്ചു ആമേൻ അതേ സ്നേഹത്തോടെ നിൽക്കുവാൻ കഴിയുന്നത് കൊണ്ടാണ് ഇന്ന് രാത്രിയിലും പ്രൈസ് ദി ലോർഡ് ഈ വചനം ദൈവം എനിക്ക് നൽകിയപ്പോൾ ആമേൻ അതേ ശക്തിയോടെ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം ഇടയാകുന്നത്. ഹല്ലേലൂയ. ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യം നിറവേറ്റുന്നതിനോ അവനോ അവൾക്കോ സഹായം തേടേണ്ട അവസ്ഥയിലായിരിക്കണം നാം. പ്രൈസ് ദി ലോർഡ്. പള്ളി ആമേൻ നാം ആയിരിക്കുന്ന സമൂഹത്തിൽ ആമേൻ ഒരു സഹോദരനെയോ സഹോദരിയോ കാണാത്തപ്പോൾ അവൻ അല്ലെങ്കിൽ അവൾ ആമേൻ അതെ എവിടെയാണ് എന്ന് ഹല്ലേലൂയ എന്ത് കൊണ്ട് ആമേൻ അതെ അവരെ കാണുന്നില്ല, അവർക്ക് എന്തു പറ്റി എന്ന് കണ്ടെത്താൻ എന്ത് ചെയ്യണം? ശ്രമിക്കണം. പ്രൈസ് ദി ലോർഡ്. നാം പരസ്പരം ശുശ്രൂഷിക്കുകയും പരസ്പരം സേവിക്കുകയും ചെയ്യുമ്പോൾ നാം ദൈവത്തെ അറിയുന്നുവെന്നും നമ്മുടെ ഹൃദയത്തോട് ഹല്ലേലൂയ അവനെ കണ്ടിട്ടൊന്നും ഹല്ലേലൂയ അതെ നാം ആമേൻ നമ്മുടെ ജീവിതത്തിലൂടെ എന്ത് ചെയ്യാണ്? വെളിപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ സഹോദരങ്ങൾ നമ്മളെ വിളിക്കട്ടെ, ക്ഷേമം തിരക്കട്ടെ എന്ന് ചിന്തിച്ച് നമ്മൾ ഒതുങ്ങിപ്പോകാതെ ഹല്ലേലൂയ നാം അവരെ വിളിക്കാൻ, നാം അവരെ ക്ഷേമം തിരക്കാൻ, ഹല്ലേലൂയ നാം അവരുടെ കഷ്ടതയിൽ പങ്കാളിത്തം വഹിപ്പാൻ തക്കവണ്ണം ഇടയാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതെ നാം പരസ്പരം ശുശ്രൂഷിക്കുകയും പരസ്പരം സേവിക്കുകയും ചെയ്യുമ്പോൾ ഹല്ലേലൂയ നാം ദൈവത്തെ അറിയുന്നുവെന്നും ഹല്ലേലൂയ നമ്മളിലൂടെ അനേകര് ആ ദൈവ സ്നേഹത്തെ അറിയുവാനും തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. ആമേൻ. ദൈവം തന്റെ അനുഗ്രഹങ്ങൾ ചൊരിയുകയും ഹല്ലേലൂയ ചുറ്റുമുള്ള ലോകത്തെ അനുഗ്രഹിക്കാൻ ദൈവം നമ്മെ ഉപയോഗിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി നാം വായിക്കപ്പെട്ട കുറുവാക്യത്തിൽ ഹല്ലേലൂയ എന്താണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തിയത്? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ആമേൻ. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു, അവന്റെ സ്നേഹം നമ്മിൽ തികഞ്ഞുമിരിക്കുന്നു. നമ്മളിലൂടെ ആമേൻ ദൈവ സ്നേഹത്തെ അറിയുവാനും ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും നമ്മളിലൂടെ അനേകര് അനുഗ്രഹം
ജീവിതത്തിൽ ഉടമകളായി മാറുവാനും, ഹല്ലേലൂയ, ക്രിസ്തു നമ്മളോട് ക്ഷമിച്ചതുപോലെ, ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ, ഹല്ലേലൂയ, പരസ്പരം സ്നേഹിക്കുവാനും കരുതുവാനും, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുവാനും കൂട്ടായ്മ ആചരിപ്പാനും ഒക്കെ ഇടയാകണം. എങ്കിൽ മാത്രമേ പ്രിയമുള്ളവരെ ഈ ലോകത്ത് ആമേൻ ദൈവത്തെ ആരും കാണാതിരിക്കുമ്പോൾ നമ്മളിലൂടെ ആ ദൈവത്തെ അനേകർ ദർശിക്കത്തുള്ളൂ. കാരണം അവൻ നമ്മളിലാണ് വസിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി കേൾപ്പിച്ച വചനത്തിന് മുമ്പാകെ സമർപ്പിച്ചാട്ട് ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് രാത്രി ആമേൻ ഞങ്ങൾ കേട്ട വചനത്തിന് മുമ്പാകെ ഹല്ലേലൂയ സമർപ്പിക്കുന്നുവെന്ന് എത്ര പേർ ഹല്ലേലൂയ കർത്താവിനോട് പറയും. അവിടുന്ന് നമ്മെ അനുഗ്രഹിപ്പാൻ ശക്തനാണ്, അവിടുന്ന് നമ്മെ വിടുവിപ്പാൻ ശക്തനാണ്. നമ്മളിലൂടെ അനേകര് ഈ ദൈവത്തെ കാണുവാൻ ഇടയാകും, ദൈവിക വിടുതൽ അനുഭവിക്കുവാൻ ഇടയാകും, ദൈവിക സൗഖ്യം ഏറ്റെടുക്കുവാൻ ഇടയാകും, അനേകര് നിത്യതയ്ക്ക് വേണ്ടി വേർതിരിയുവാൻ ഇടയാകണം. കണ്ണുകളടച്ചാട്ട്. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, യഥാർത്ഥ സ്നേഹം അത് എന്താണെന്ന് അവിടുത്തെ വചനത്തിലൂടെ ഇന്ന് രാത്രി ഞങ്ങൾക്ക് വെളിപ്പെടുത്തി കാണിച്ചതിനായി നന്ദി പറയുന്ന കർത്താവ്. യഥാർത്ഥമായ സ്നേഹം ക്രിസ്തുവാണ്. ആമേൻ. അവിടുത്തെ ആമേൻ പുത്രനെ ഈ ലോകത്തിന് വെളിപ്പെടുത്തിയത് അവിടുത്തെ സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ സഹോദരന്മാരോടും ലോകത്തിലുള്ളവരോടും ആമേൻ ദയ കാണിക്കുവാൻ, ഹല്ലേലൂയ, ക്ഷമിക്കുവാൻ, ആമേൻ കരുണയോടെ പെരുമാറുവാൻ കർത്താവ് കൃപ നൽകണമേ. അങ്ങനെ യഥാർത്ഥ സ്നേഹമുണ്ടെന്ന് അനേകര് ആമേൻ ഞങ്ങളുടെ ജീവിതത്തിലൂടെ ആമേൻ അറിയത്തക്ക വിധത്തിൽ ആമേൻ യേശുവിൻ്റെ നാമത്തിൽ അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും സ്വർഗം സഹായിക്കണമേ. പരസ്പരം സ്നേഹിച്ച്, പരസ്പരം ക്ഷമിച്ച്, പരസ്പരം കൂട്ടായ്മ ആചരിച്ച് കർത്താവിനെ ആമേൻ ഞങ്ങളുടെ ജീവിതത്തിലൂടെ അനേകർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ കർത്താവ് ഇന്ന് രാത്രി അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളോട് ഇടപെട്ടതിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ, ആ നിലവാരത്തിൽ, ആ ക്വാളിറ്റിയിൽ ജീവിക്കുവാൻ ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും സ്വർഗ്ഗം സഹായിക്കണം. അങ്ങയുടെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വരവിന് മുമ്പ് ശിഷ്ടായുസ് കർത്താവെ ഞങ്ങൾ അനേകർക്ക് മാതൃകയായി, അനുഗ്രഹമായി, വിടുതലായി തീരുവാൻ സ്വർഗം സഹായിക്കണം. അതിനായി ഞങ്ങളെ ഉപയോഗിക്കണം കർത്താവെ. ഇന്ന് രാത്രി ഞങ്ങളുടെ പൊന്നുനാമം എല്ലാ നിലകളിലും മഹിമപ്പെടണം. പാപികൾ മനം തിരിയണം, രോഗികൾ സൗഖ്യമാകും, പിന്മാറ്റക്കാർ മടങ്ങി വരണം. കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരും ഞങ്ങളുടെ നാമം ചൊല്ലി പിതാവിൻ്റെ പുത്ര പരിശുദ്ധാത്മാവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ ആ പുത്രൻ ആമേൻ ഈ ഭൂമിയിൽ വന്ന് അങ്ങയെ വെളിപ്പെടുത്തിയതുപോലെ കർത്താവെ ഞങ്ങൾ ആമേൻ അങ്ങയെ വെളിപ്പെടുത്തുന്ന ആമേൻ വ്യക്തിത്വത്തിന് ഉടമകളായി ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ഉയരത്തിലെ കൃപാവരങ്ങളാൽ, ഉയരത്തിലെ അഭിഷേകത്താൽ, ഉയരത്തിലെ ആത്മാവിനാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥന കേട്ടതിനായി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ കൂടപ്പിറപ്പിന്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആമീൻ. സ്നേഹദിനം പ്രയർ ഫാമിലിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആമീൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനായി നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യേണ്ടത് ആമീൻ 9744003489 എന്ന നമ്പറിലൂടെയാണ്. വാട്സപ്പ് നമ്പറാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ആമേൻ. ശുഭരാത്രി. ദൈവം അനുവദിച്ചാൽ നാളെ രാത്രി ആമേൻ നമുക്ക് ഒരുമിച്ച് ഈ പ്ലാറ്റ്ഫോമിലൂടെ ആമേൻ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കാം. ഗോഡ് ബ്ലെസ്.